ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് പിന്നെയും ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ഒരവസരം കൂടി ലഭിച്ചല്ലോ. അതിന് നമുക്ക് നന്ദി പറയാം. വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ഒരാശങ്കയുണ്ട്. നമുക്കെന്ത് ലഭിക്കും? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നയാളിന് പടിപടിയായി സ്ഥാനക്കയറ്റം ലഭിച്ച് അധികാര സ്ഥാനങ്ങളിലെത്തുവാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. അതെല്ലാവർക്കും ലഭിക്കുകയില്ല. ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്വാധീനമുള്ള ആളുകൾക്കാണ് അങ്ങനെയുള്ള പദവികൾ ലഭിക്കുന്നത്. എന്നാൽ വിശ്വാസികളായ നമുക്ക് എന്ത് ലഭിക്കും? അതറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. സംഗതി ശരിയാ, കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും, സ്വർഗരാജ്യം ലഭിക്കും. പക്ഷേ ഇതൊന്നും നേരത്തെ ലഭിച്ച ആരും നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുവാനില്ല. അതുകൊണ്ടായിരിക്കാം കർത്താവ് ഇങ്ങനെ പറയുവാനിടയായി, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, പിന്നെ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ശരിയാണ്, സ്വർഗത്തിൽ പോയിട്ടുള്ള ഒരാൾ മടങ്ങി വന്ന് നമ്മോട് പറയുകയാണ് ഇന്നപോലെ അവിടെ ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അമേരിക്ക കണ്ട ഒരു വ്യക്തി വന്ന് അമേരിക്കയെക്കുറിച്ച് വർണ്ണിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. ദുബായിൽ പോയി വന്ന ഒരാൾ ദുബായിയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. നാമും നേരിട്ട് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ ഉറപ്പാകും. ഇതാ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് യേശുവിനോട് ചോദിച്ചത്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? യഥാർത്ഥത്തിൽ പത്രോസ് സകല വിശ്വാസ സമൂഹത്തിൻ്റെയും പ്രതിനിധിയായിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതെ, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുന്നു. ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല കുടുംബ ബന്ധങ്ങളുണ്ടായിരുന്നു, നല്ല സ്ഥാനമാനങ്ങളുണ്ടായിരുന്നു, നല്ല സമ്പത്തുണ്ടായിരുന്നു. ഇതെല്ലാം അങ്ങയുടെ വാക്കിന് വില കൊടുത്ത് ഞങ്ങളതെല്ലാം വിട്ടുപേക്ഷിച്ചിറങ്ങിയവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരുന്ന ഒരു ചിന്തയാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? നഷ്ടങ്ങൾ നികത്തുവാൻ കർത്താവ് യേശുക്രിസ്തു നമുക്ക് എന്ത് നൽകും എന്നുള്ളതാണ് കാതലായ ചോദ്യം. അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും. നമുക്കറിയാം, ഇസ്രായേലിൽ 12 ഗോത്രങ്ങളാണുള്ളത്. ആ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുവാൻ, അവർക്ക് നീതി നടത്തി കൊടുക്കുവാൻ 12 അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് നമുക്ക് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സാധാരണ വിശ്വാസികളായ നമുക്ക് എന്ത് ലഭിക്കും? അതും നാം അറിഞ്ഞിരിക്കണമല്ലോ. അവിടെ കർത്താവ് അങ്ങനെയുള്ളവരോട് പറയുന്നത്, വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, സമ്പത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം അതിനുള്ള പ്രതിഫലമായി കർത്താവ് പറഞ്ഞിരിക്കുന്നത്,
നിങ്ങൾ വിട്ടുകളഞ്ഞതിനല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടങ്ങൾക്കല്ല പരിഹാരമായി അനേക മടങ്ങ് നിങ്ങൾക്ക് പുനർജനനത്തിൽ ലഭിക്കും എന്നാണ്. മാത്രവുമല്ല, അവർ നിത്യജീവനെയും പ്രാപിക്കും എന്നും കർത്താവ് പറഞ്ഞിരിക്കുന്നു. സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം, അവിടെ നമുക്കിന്ന് വരെയും അനുഭവിക്കാൻ കഴിയാത്ത ഒരു വലിയ സംതൃപ്തിയും ഒരു സമാധാനവും ഒരു സന്തോഷവും നമുക്കുണ്ടാകും. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം അവിടെ മറ്റുള്ള തരത്തിലുള്ള യാതൊരു ദുഃഖങ്ങളുമില്ല. എപ്പോഴും യേശുവിനോടൊപ്പം വസിക്കുന്നത് കൊണ്ട്, യേശുവിൻ്റെ സാമീപ്യം അനുഭവിക്കുന്നത് കൊണ്ട് ദുഃഖങ്ങളില്ലാത്ത ഒരു സ്ഥലത്താണ് നാം എത്തിച്ചേരുവാൻ പോകുന്നത്. യേശുവിൻ്റെ സാമീപ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതിനപ്പുറം ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ഒരു സന്തോഷവും ലഭിക്കുവാനില്ല. അവിടെ എത്തുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം അവരവരുടെ നല്ല പ്രവൃത്തികൾക്ക് അനുസൃതമായി ബഹുമാനവും പദവികളും ഉത്തരവാദിത്വങ്ങളും കർത്താവ് ഫലമേൽപ്പിക്കും. സ്തോത്രം. വെറുതെ ആരെയും വെറും കൈയോടെ കർത്താവ് വിടുകയില്ല. എല്ലാവർക്കും അവർ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയത്, അപമാനമേറ്റത്, കണ്ണുനീർ തൂകേണ്ടി വന്നത്, അങ്ങനെയുള്ള എല്ലാത്തിനും സ്വർഗരാജ്യത്തിൽ പ്രതിഫലമുണ്ടാകുമെന്ന് കർത്താവ് ഉറപ്പിച്ചു പറയുന്നു. കർത്താവിൻ്റെ വാക്ക് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഈ ലോകത്തിൽ പാപിയായി ജീവിച്ച് മണ്ണിൽ മറഞ്ഞു പോകേണ്ടിയിരുന്ന നമ്മുടെ ജീവിതം ഒരു പുതുസൃഷ്ടിയായി തീർന്ന നിമിത്തം അനുഗ്രഹിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിച്ച് കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിനേക്കാൾ അപ്പുറമായ വേറെ സന്തോഷത്തിന് പ്രസക്തിയില്ലല്ലോ. അതുകൊണ്ട് കർത്താവിനെ പിൻപറ്റിയത്, കർത്താവിനെ സേവിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല എന്ന് നാം തിരിച്ചറിയണം. 70, 80, 100 വയസ്സുകൊണ്ട് തീരേണ്ടതായ നമ്മുടെ ലോകത്തിലെ ജീവിതം അതിനേക്കാൾ എത്രയോ മടങ്ങ് ദീർഘായുസ്സുള്ള ഒരു ജീവിതം, മരണമില്ലാത്തൊരു ജീവിതം നമുക്ക് നമ്മുടെ കർത്താവ് പ്രദാനം ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു കാര്യമില്ല. അതും ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യകരമായ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കെന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല. ലഭിക്കാൻ പോകുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെട്ട പദവികളും സമ്മാനങ്ങളും അനുഗ്രഹങ്ങളുമാണെന്നുള്ള ഓർത്തുകൊണ്ട് നമുക്ക് ഈ കർത്താവിനെ പൂർണ്ണമായിട്ടും പിൻപറ്റാം. നിശ്ചയമായും ഒരു നല്ല പ്രതിഫലം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നമുക്കും കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിച്ചേർന്ന് അനുഗ്രഹിക്കപ്പെടാം. അതിന് ഈ വചനം എല്ലാവർക്കും ആശ്വാസമായി തീരുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സംശയം വേണ്ട, കർത്താവ് എല്ലാവരെയും മാനിക്കും. ഇന്ന് ഈ വചനം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചതിന് കർത്താവിന് നന്ദി പറയാം. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.